കുഞ്ചൂസ് ഫുഡ് ഫാക്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു മീൻകറി ഇല്ലേ, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമുക്കിന്ന് നോക്കാൻ പോകുന്നത്. നമ്മളിന്ന് ചൂര വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നെമ്മീൻ ചൂരയാണ്. ഇത് ഏകദേശം 1 കിലോ ഉണ്ട് കേട്ടോ മീൻ. അപ്പം നമുക്ക് മീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നും കട്ട് ചെയ്യുന്നതെന്നും മീൻകറി വെക്കുന്നതെന്നൊക്കെ നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ മീൻ വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. കാക്കയുടെ ഒക്കെ വോയിസ് ചിലപ്പോൾ കേൾക്കും കേട്ടോ, അപ്പോൾ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണം. അമ്മ കേട്ടോ മീനൊക്കെ വെട്ടി തന്നേക്കുന്നത്. അമ്മ സാധാരണ ഇങ്ങനെ തൊലിയിൽ നിന്ന് ഇങ്ങനെ ചെത്തി എടുക്കുന്നത് നല്ല എക്സ്പേർട്ടായിട്ട് ചെയ്യാൻ അമ്മയ്ക്കറിയാം. പക്ഷേ എനിക്കിങ്ങനെ തൊലിയുടെ തൊലിക്കകത്തൊന്ന് മാംസം ഇങ്ങനെ എന്താ കട്ട് ചെയ്തെടുക്കാൻ അറിയില്ല. ഞാനപ്പം ചൂര ക്ലീൻ ചെയ്യുവാണെങ്കിൽ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുള്ള ആ കല്ലില്ലേ, ആ കല്ലിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തേച്ച് എടുക്കുക ചെയ്യാറ്. അതായത് നന്നായിട്ട് തേച്ച് അതിൻ്റെ തൊലി ഇങ്ങനെ ആക്കി എന്താ ക്ലീൻ ആക്കി എടുക്കുക ചെയ്യുന്നത്. പക്ഷെ അമ്മ തൊലി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അതായത് തൊലിയിൽ നിന്നും മാംസം ഇങ്ങനെ കാർന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ കേട്ടോ. എനിക്കിങ്ങനെ ചെയ്യാൻ അറിയില്ല ശരിക്കും. അമ്മയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഫിഷ് കട്ട് ചെയ്യുന്നത് മുഴുവൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. എനിക്കറിയാം നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോവും, എങ്കിലും ഇത് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഈ ഫിഷ് കട്ട് ചെയ്യുന്ന ആ ഒരു സെഗ്മെൻറ്റും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഇങ്ങനെ തൊലിയിൽ നിന്നും നമ്മുടെ മീൻ കട്ട് ചെയ്തെടുക്കുന്നതാണ് കറിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഫിഷെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ചെറിയുള്ളി ചേർക്കാറില്ല കേട്ടോ. ചെറിയുള്ളി ചേർത്ത് കഴിഞ്ഞാൽ കറി പെട്ടെന്ന് വളിച്ചു പോകുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ ചെറിയുള്ളി ചേർത്താലും ഒരാഴ്ച വരെ ഇത് പുറത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ ഈ കറി ഇരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെറിയുള്ളി ചേർത്തിട്ടാണ് വെക്കാറ് കേട്ടോ. കല്യാണ വീട്ടിലാണെങ്കിലും ശരി ഒക്കെ ചെറിയുള്ളി ചേർത്തിട്ട് തന്നെയാണ് വെക്കുന്നത്. ഇത് ഏകദേശം ഒരു 15 ചെറിയുള്ളിയോളം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചതച്ചാണ് എടുക്കുന്നത്, അതായത് കല്ലിൽ വെച്ച് ചതച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കല്യാണ വീടുകളിലൊക്കെ ആണെങ്കിൽ, ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ആലപ്പുഴ ഏരിയയാണ്. അപ്പോൾ കല്യാണ വീടുകളിലാണെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കും കേട്ടോ. കാരണം ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ 1 കിലോ മീനൊന്നും അല്ലല്ലോ നമ്മൾ കല്യാണത്തിനൊക്കെ ചെയ്യുമ്പോൾ എടുക്കുന്നത്, ബൾക്കായിട്ടുള്ളതുണ്ടാവും. അപ്പം ചില സമയത്ത് ചെറുള്ളി ചേർക്കാറില്ല. ഇൻ കേസ് ചെറിയുള്ളി ചേർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. കുട്ടനാട് ഏരിയകളിലൊക്കെ മിക്കവാറും ചെറിയുള്ളി ചേർത്തിട്ട് തന്നെയാണ് മീൻകറി വെക്കാറുള്ളത്. നല്ല ടേസ്റ്റാണ്. നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ നമുക്ക് മീൻകറി കിട്ടുകയും ചെയ്യും. പിന്നെ വളിച്ചു പോകത്തില്ല കേട്ടോ, അത് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. അതായത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചൂടാക്കി അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കറി ഒന്ന് ചൂടാക്കി വെക്കുക. എന്നിട്ട് അങ്ങനെ തന്നെ ഇരുന്നോളും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് സ്പൂൺ ഇട്ട് നമ്മൾ ഇളക്കാനൊന്നും പാടില്ല. ഒരു സ്പൂൺ ഇട്ടിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്നായിട്ട് നമ്മൾ മീൻകറി എടുത്താൽ മാത്രം മതി. കുറച്ച് വൃത്തിയായിട്ടൊക്കെ എടുക്കുവാണെങ്കിൽ ഒരാഴ്ച വരെ അത് കേടുകൂടാണ്ട് പുറത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ചെറിയുള്ളിയും 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഞാൻ 1 പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 1 എണ്ണം എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കിള്ളി പിടിച്ചിരിക്കുന്നത് അത്രയ്ക്ക് എരിവാണ്. കയ്യിൽ മുട്ടിയാൽ തന്നെ ഭയങ്കര എന്താ പറയുക, കൈ തന്നെ നന്നായിട്ട് എരിയും. അതുകൊണ്ടാണ് ഞാൻ സൂക്ഷിച്ചത് എടുത്തത് കേട്ടോ. കാരണം അത്രയും എരിവുണ്ട് ആ മുളകിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 മുളക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എരിവിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങളുടെ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ചതച്ചത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുക്കുന്നുണ്ട്, അതും ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും
4 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ചെറിയുള്ളി ഉണ്ടല്ലോ, ഞാൻ ചെറിയുള്ളിയും ചെറുതായിട്ടൊന്ന് ചതച്ചാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പസ് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ ചതഞ്ഞ് കിട്ടും. അരച്ചെടുക്കരുത്, ചതച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അരിഞ്ഞെടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ചതച്ചെടുക്കുമ്പോഴാണ്. അപ്പോൾ നമുക്കിനി മീൻകറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. നമ്മളിത് ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ മെഴുക്കി എടുത്തിട്ടുള്ളൊരു ചട്ടി, മെഴുക്കിയിലല്ല, എന്താ പറയുക, മയക്കി എടുത്തിട്ടുള്ളൊരു ചട്ടിയില്ലേ, ആ ചട്ടി എടുത്തിരിക്കുന്നുണ്ട്. അത് അന്ന് തന്നെ ഞാൻ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. അതേ, ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 50 ml വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഉലുവ, വളരെ കുറച്ച് ഉലുവയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കറി കഴിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉലുവ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ആ ഒരു പച്ചമുളകില്ലേ, അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതായത് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുത്ത് അതിലെ ആ ജലാംശമൊക്കെ നഷ്ടപ്പെടുത്തി, അതായത് ജലാംശമൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷമായിട്ട് നമ്മൾ കറി വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഒരാഴ്ചയോളം പുറത്തിരിക്കുന്നത്. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ കറി ചീത്തയാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മുടെ ചെറിയുള്ളിയും കൂടെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ചധികം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടുതലാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ അവസാനം കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ കറി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും, എരിവ് കുറവായിരിക്കും. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, കുറച്ച് എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും പച്ചമുളകുമാണ് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി നമ്മൾ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിക്ക് കളർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാര്യം പൊടി കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം മൺചട്ടിയിൽ നന്നായിട്ട് ഹീറ്റ് ഹോൾഡ് ചെയ്യും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊടി ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ നമ്മൾ പുളി സോക്ക് ചെയ്തിട്ടുള്ള വെള്ളമില്ലേ, അതാണെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ പുളി ഉൾപ്പെടെ തന്നെ അതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 4 കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നോക്കുക കേട്ടോ. ചില പുളികൾക്കൊക്കെ നല്ല പുളി ഉണ്ടാവും, ചിലതിന് പുളി കുറവായിരിക്കും. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ പുളി ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു നല്ല പുളിയുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ 4 കഷ്ണം ഞാൻ പുളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി നല്ലപോലെ ആ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. നമുക്ക് എത്രയാണോ മീൻകറിക്ക് ചാറ് ആവശ്യമുള്ളത് അത്രയും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് മീനിൽ പിടിച്ചാൽ മാത്രമാണ് നമ്മുടെ മീൻകറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഉപ്പൊക്കെ ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കണം കേട്ടോ. നോൺ വെജ് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ്, നോൺ വെജ് വയ്ക്കുമ്പോൾ ഒരുപാട് ഉപ്പായി പോകരുത്. ഒരു പൊടിക്ക് ഉപ്പ് മുന്നിൽ നിൽക്കുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, നമ്മൾ കല്യാണ വീടുകളിൽ മീൻ കറി വെക്കുമ്പോൾ ഇതിൻ്റെ തല ആഡ് ചെയ്യാറില്ല. നമ്മൾ ബൾക്കായിട്ടാണ് മീൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കുറേ തല ഉണ്ടാവുമല്ലോ. അപ്പോൾ തലയെല്ലാം കൂടെ വെച്ചിട്ട് തലക്കറി ആയിട്ട് നമ്മൾ വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ നമ്മൾ കഷ്ണം മാത്രമായിട്ടാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതെങ്കിൽ കഷ്ണമായിട്ട് മേടിക്കുകയാണ്, നമ്മൾ തല ഇടാറില്ല. നമ്മളിപ്പോൾ വീട്ടിൽ മീൻകറി വെക്കുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണല്ലോ വെക്കുന്നത്. അതുകൊണ്ട് ആ തലയും കൂടെ ഞാൻ ആ മീൻകറിയുടെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഈ തവി വെച്ച് വല്ലാണ്ട് ഇളക്കി ആ കഷ്ണങ്ങളൊക്കെ ഉടച്ച് കളയരുത്. ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചിട്ട് വേണം ഇത്
ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇളക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി അടിക്ക് പിടിക്കാണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചട്ടി എടുത്തിട്ടൊന്ന് ചുറ്റിച്ചിട്ട് മാത്രമേ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഞാനിപ്പോൾ തവി വെച്ചിട്ട് അതിൻ്റെ അടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് കുത്തി ഇളക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. നമ്മുടെ മീൻ കറിയുടെ നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് അത് ഒന്നാമത്തത് ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. നമ്മൾ ആദ്യം ഉലുവ ചേർത്തിട്ടുണ്ട്. അതുകൂടാണ്ട് കറി തിളച്ച് വറ്റാറാകുമ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂണോളം വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവ ചേർത്ത് കൊടുക്കുക. നല്ല സ്മെല്ലായിരിക്കും കറിക്ക്. ഇനി ഒരു 1/4 ടീസ്പൂണോളം കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ ലൈഫ് ഉണ്ടാവും, അതായത് കുറച്ച് ദിവസം കൂടി കറി ഇരിക്കുകയും ചെയ്യും. പ്രത്യേക ഒരു ടേസ്റ്റും നല്ലൊരു മണവും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പും പുളിയും ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ പാകം. അപ്പോൾ നമ്മൾ ഒരു 50 ml എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നന്നായിട്ട് തെളിഞ്ഞ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള എണ്ണയും കൂടെ മുകളിലേക്ക് തെളിഞ്ഞ് വന്നോളും. ഇതിപ്പോൾ ഞാൻ ആ കായമെടുത്ത സ്പൂൺ തന്നെയാണ് കേട്ടോ, അതുകൊണ്ടാണ് ആ ഒരു കളറിലിരിക്കുന്നത്. ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള എണ്ണ എല്ലാം കൂടെ മുകളിലേക്ക് നന്നായിട്ട് തെളിഞ്ഞു വരും. അപ്പോൾ നമ്മുടെ കറി നല്ല പാകമായിട്ടിരിക്കും. എണ്ണയൊക്കെ കുറവ് ചേർക്കരുത്, ആവശ്യത്തിന് എണ്ണയൊക്കെ ചേർക്കുമ്പോഴാണ് കറി കുറേ ദിവസം നമുക്ക് ഇരിക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ഗ്രേവി വേണ്ടത് അത്രയും നേരം ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഞാൻ കുറച്ച് നേരം കൂടെ തിളപ്പിക്കുന്നുണ്ട്, കുറച്ചും കൂടെ ഒന്ന് കുറുകി വരുന്ന ഒരു കണക്കാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ വീട്ടിലെ മീൻകറി. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എന്നെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാനും മറന്നു പോകരുത്. അതെ കണ്ടോ, ഞാൻ ഈ ഒരു സമയത്ത് നമ്മളുടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മൺചട്ടി ആയതുകൊണ്ടാണ് സ്റ്റൗ ഓഫായിട്ടും കുറച്ചും കൂടി ഇങ്ങനെ ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി മീൻകറിയാണ്. കഷ്ണങ്ങളിലൊക്കെ ഇപ്പം തന്നെ നല്ലപോലെ ഉപ്പും പുളിയും എരിവും എല്ലാം പിടിച്ചിട്ടുണ്ട്. എങ്കിലും മീൻകറിയൊക്കെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. കണ്ടോ, നിങ്ങൾക്ക് ചാറൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും, നല്ലപോലെ കുറുകിയ ചാറാണ്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഒരുപാട് സ്നേഹത്തോടെ ദിസ് ഈസ് രേഖ ഫ്രം കുഞ്ചൂസ് ഫുഡ് ഫാക്ടറി.